വയനാട്ടിലെ ചെമ്പ്രമലയും വെള്ളരിമലയും ചേരുന്ന ക്യാമൽ ഹമ്പ് മലനിരകളിലെ പുഞ്ചിരിമട്ടം, അതിന് മുകളിൽ വെള്ളമൊലിപ്പാറ, പിന്നെ മുകളിലേക്കുള്ളത് കുത്തനെയുള്ള കരിമ്പാറകൾ. ആ കരിമ്പാറക്കെട്ടുകളിലെ ഉറവകളിൽ നിന്ന് തുടങ്ങുന്ന നീർച്ചാൽ പുഞ്ചിരിമട്ടം കടന്ന് മേലെ മുണ്ടക്കൈയിലെത്തുമ്പോൾ ചെറിയ പുഴയാകും. ഇത് ഒഴുകിയെത്തുന്നിടത്തായിരുന്നു സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം. നിരവധി സഞ്ചാരികളെത്തിയിരുന്ന സീതമ്മക്കുണ്ട് ഇനിയില്ല. അങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ പോലും മലവെള്ളപ്പാച്ചിൽ ബാക്കി വച്ചില്ല. മുകളിൽ നിന്ന് താഴേക്ക് വളഞ്ഞും പുളഞ്ഞും ഒഴുകിയിരുന്ന പുഴയുടെ വളവുകളെല്ലാം നികത്തപ്പെട്ടിരിക്കുന്നു. 25 മീറ്ററോളം വീതിയുണ്ടായിരുന്ന പുഴ തീരം കവർന്നെടുത്തൊഴുകിയത് 200 മീറ്ററോളം വീതിയിൽ. സൂചിപ്പാറയിലെ 3 വെള്ളച്ചാട്ടങ്ങളും കടന്നെത്തുന്നിടത്താണ് കള്ളാടി, മീനാക്ഷി, നെല്ലിമുണ്ട പുഴകൾ ചേരുന്നത്. പിന്നീട് മലയടിവാരത്ത് വനത്തിലൂടെ ചാലിയാർ തുടങ്ങും. പുഞ്ചിരിമട്ടത്തു നിന്നും പൊട്ടിയൊഴുകിയെത്തിയ മലവെള്ളപ്പാച്ചിലിൽ മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയത് 35 കിലോമീറ്ററോളം അകലെ മലപ്പുറത്തെ പോത്തുകല്ലിൽ വരെയാണ്. ഇനി എത്ര നാളെടുക്കും ചാലിയാറിലെ ആ ചാവുമണം മാറാൻ? നിസ്സഹായതയിൽ മുഴങ്ങിയ നിലവിളിയുടെ അലകളൊടുങ്ങി ഓളപ്പരപ്പുകൾ ശാന്തമാകാൻ. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം നാമാവശേഷമായിരിക്കുന്നു. ഇവിടുത്തെ താമസക്കാരിൽ ഭൂരിഭാഗവും എസ്റ്റേറ്റ് തൊഴിലാളികളായിരുന്നു. മിക്കവരും എവിടെയെന്ന് പോലും ആർക്കും അറിയില്ല. പുഞ്ചിരിമട്ടം ഭാഗത്ത് ഈ ഉരുൾപൊട്ടലുണ്ടായതിന്റെ പ്രഭവ കേന്ദ്രം ഇപ്പോൾ ഏതാണ്ട് ആ ഭാഗത്താണ് ഉരുൾ പൊട്ടി ഒലിച്ചത്. അവിടെ നിന്ന് തുടങ്ങിയ പൊട്ടലാണ്, ആ ഉരുളാണ് പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഈ വയനാട് ദുരന്തം ആയി മാറ്റിയ ആ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമാണിത്. ഇവിടെ നിന്ന് ഇത് ഫോറസ്റ്റിന്റെ ഏരിയയാണ്. പുഞ്ചിരിമട്ടം പ്രദേശ ജനവാസ മേഖലയിൽ നിന്ന് കുറെ കൂടി മുകളിലേക്ക് വരുമ്പോൾ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, വനം വകുപ്പിന്റെ അധീനതയിലുള്ള പ്രദേശമുണ്ട്. ആ ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. നമുക്കിപ്പോഴും അവിടെ നിന്ന് കാണാം പാലായിപ്പാറയിൽ നിന്ന് ആ അരുവി ഉത്ഭവിച്ചു വരുന്നു. അത് ചെറിയ രീതിയിൽ വരുന്ന അവിടെ വലിയ ഉരുൾപൊട്ടലായി മാറിയിരിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ വലിയ റിസോർട്ടുകളാണ്, വനശ്രീ എസ്റ്റേറ്റ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിന്റെ എതിർവശത്തുള്ളത്. ഈ ഭാഗത്തു നിന്നാണ്, ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ള ആ ഭാഗത്തു നിന്നാണ് ഈ ഉരുൾപൊട്ടൽ തുടങ്ങുന്നത്. അത് പൊട്ടിയൊലിച്ച് ഈ താഴേക്ക് വരികയായിരുന്നു. ഇതിന്റെ എതിർവശത്ത് 2019 ചെറിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അന്ന് താഴെയുള്ള 2 വീടുകൾക്ക് കേടുപാട് വന്നതാണ് അന്ന് സംഭവിച്ച അപകടം. പക്ഷേ അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ 2024 ആകുമ്പോൾ അത് വലിയ ഒരു ഉരുൾപൊട്ടലായി മാറി. തകർന്നടിഞ്ഞ നാട് മണ്ണും ചെളിയും കല്ലുകളും മൂടിക്കിടക്കുന്നു. അതിനിടയിൽ എവിടെയെങ്കിലും ജീവന്റെ തുടിപ്പുണ്ടോ എന്നാണ് രക്ഷാപ്രവർത്തകർ അരിച്ചു പെറുക്കുന്നത്. അത്തരം തെരച്ചിലിനിടെയാണ് ഏറെ പ്രതീക്ഷ പകർന്ന മുണ്ടക്കൈയിൽ റഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചത്. സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസിയുടെ റഡാറിലാണ് സിഗ്നൽ കണ്ടത്. പിന്നെ നടന്നത് സമാനതകളില്ലാത്ത പരിശോധന. തീർച്ചയായും അങ്ങേയറ്റം പ്രത്യാശാജനകമായ ഒരു സിഗ്നലാണ് നേരത്തെ ലഭിച്ചത്. അതൊരു മനുഷ്യനാണോ മറ്റു മൃഗമാണോ എന്നതൊക്കെ രണ്ടാമത്തെ വിഷയം മാത്രം. അതൊക്കെ അപ്രസക്തമാകുന്ന രീതിയിലുള്ള ഒരു ഹൃദയത്തുടിപ്പാണ്, 95% സ്ഥിരീകരിക്കാവുന്ന ഹൃദയത്തുടിപ്പാണ് ആ ഭാഗത്തുനിന്ന് ലഭിച്ചത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ തുടരുന്നത്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് ദൌത്യ സംഘങ്ങൾ ഏതാണ്ട് മടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു പരിശോധനാ ഫലം ലഭിക്കുകയും അതിൽ കേന്ദ്രീകരിച്ച്
കേന്ദ്രീകരിച്ചു ഇന്നത്തെ തെരച്ചിൽ നടത്തുകയും ചെയ്തു. നമുക്കറിയാം രാവിലെ നിലവിൽ എന്താ നമ്മൾ ഫൈൻഡിങ്സ് ആയിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഭാഗം പരിശോധിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറഞ്ഞത്. അതനുസരിച്ച് പരിശോധന നടത്തി അവിടെ അദ്ദേഹത്തെ നിർഭാഗ്യവശാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആള് സ്റ്റിൽ മിസ്സിംഗ് ആണ്. പക്ഷെ നമ്മൾ ഒരു ചാൻസും വിട്ടുകളയാൻ പാടില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തു നിന്നാണ് ശരീരവും ശരീരഭാഗങ്ങളും ലഭിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ചെറിയ സാധ്യത പോലും തള്ളിക്കളയാതെ സമഗ്രമായ ഒരു പരിശോധനയാണ് ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അത് തുടരും. മനുഷ്യർ മാത്രമല്ല, മിണ്ടാപ്രാണികളായ വളർത്തുമൃഗങ്ങളടക്കം എത്രയോ ഇരകൾ. മുണ്ടക്കൈയിൽ ചാണകക്കുഴിയിൽ വീണ് കിടന്ന പശുവിനെ ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തിയത് ഏറെ പണിപ്പെട്ടാണ്. ഏറെ ആശ്വാസം പകരുന്നതാണ് ദുരന്തഭൂമിയിലെ അതിജീവന വാർത്തകൾ. ചൂരൽമലയ്ക്ക് സമീപം പടവെട്ടിക്കുന്നിൽ വീട്ടിൽ ഒറ്റപ്പെട്ടുപോയ 4 പേരെയാണ് സൈന്യം രക്ഷിച്ചത്. അട്ടമല വനത്തിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി പുറംലോകത്തെത്തിച്ചത് 4 പിഞ്ചു കുഞ്ഞുങ്ങളടങ്ങുന്ന കുടുംബത്തെയാണ്. കൊടും വനത്തിൽ 14 കിലോമീറ്റർ സഞ്ചരിച്ച 8 മണിക്കൂർ കൊണ്ടായിരുന്നു ഈ രക്ഷാദൗത്യം. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് വെള്ളാർമല നിവാസികൾ. പലരും സുരക്ഷിത സ്ഥാനത്തേക്ക് നേരത്തെ മാറിയതുകൊണ്ടാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ദുരന്തം ഒരു പ്രദേശത്തിന്റെ അടയാളങ്ങളെ മുഴുവൻ മായ്ച്ചു കളഞ്ഞതിന്റെ നേർക്കാഴ്ചകളാണ് ഈ വെള്ളാർമല വില്ലേജിൽ നമുക്ക് കാണാനാകുന്നത്. ഇവിടെ വീടുകളിലേക്കൊക്കെ തന്നെ ഉരുൾപൊട്ടലിനെ തുടർന്ന് വെള്ളം കയറി എല്ലായിടത്തും നമുക്ക് വാട്ടർമാർക്കുകൾ കാണാൻ സാധിക്കും. ആശ്വാസം നൽകുന്ന ഒരേ ഒരു കാര്യം, ഇവിടെ വലിയ ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ്. എന്നോടൊപ്പം ചേരുന്നത് ഈ വീട്ടിലുണ്ടായിരുന്ന ജയഘോഷ് എന്ന ആളാണ്. ഇവിടെ വല്ലാത്തൊരു ദുരന്തമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ 2019 ചെറിയ തോതിലൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. അത് കാരണം നമുക്ക് ഒരു പേടി തോന്നി. വെള്ളം വരുന്നത്, മഴ പെയ്യുന്നത് കാണുമ്പം വീണ്ടും വെള്ളം കയറിയാലോ എന്നുള്ള പേടി കാരണം അച്ഛനും അച്ഛമ്മയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ കോഴിക്കോട് വേറെ വർക്കിലാണ്. അപ്പോൾ അവരിവിടുന്ന് സ്വയം തന്നെ മാറി ബന്ധുവീട്ടിൽ മാറി നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. ഞങ്ങൾക്കൊരു വലിയൊരു അപകടമില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ നമ്മുടെ സ്ഥലവും എല്ലാം വീടും ഒക്കെ ഈ അവസ്ഥയിലാണുള്ളത്. അത് പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വിഷമം ആലോചിച്ച് നോക്കുമ്പോൾ ഇത് അത്ര കണ്ട് പ്രശ്നമില്ലാത്തതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. മേലെ ഒരുപാട് പേര് പോവുകയും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എൻ്റെ കൂട്ടുകാരൻ്റെയൊക്കെ ബോഡി ഇനിയും കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് വിഷമം നൽകുന്നതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ നാട് തന്നെ കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ മാറിപ്പോയി. ഇനി എങ്ങനെ ഇവിടെ ജീവിക്കും, ഇനി എങ്ങനെ ഇവിടെ നമ്മൾ സർവൈവ് ചെയ്യും, നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും മക്കളും നമ്മുടെ പാരൻസ് തന്ന ഈ സമ്പത്തിൽ എങ്ങനെ ജീവിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഐഡിയ ഇല്ല. അതിൻ്റെ ഒരു ആഘാതത്തിലാണ് ഞങ്ങളെല്ലാവരും. തൊട്ട് പുറകിലാണ് എൻ്റെ വീട് വരുന്നത്. എല്ലാം പോയി, വീട് പോയി, സ്ഥലം പോയി. ഞാൻ അന്ന് വീട്ടിൽ നിന്ന് മാറിയതുകൊണ്ട് മാത്രം ജീവൻ കിട്ടി. അന്ന് ഇവിടെ ടൗണിൽ ഷോപ്പിൻ്റെ മുകളിലായിരുന്നു കിടന്നത്. ഷോപ്പ് സേഫാണെന്ന് കരുതിയിട്ടാണ് അവിടേക്ക് പോയത്. പക്ഷെ അവിടെയും വന്നിട്ട് ആ ബ്രിഡ്ജ് പോയതിൻ്റെ മുന്നിലാണ് എല്ലാം തകർന്നു. ലൈവ് നമ്മൾ മരണത്തെ മുഖാമുഖം കാണുകയായിരുന്നു. ദൈവാധീനം കൊണ്ട് അപകടം ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാനില്ല. എന്തായിരുന്നാലും ഇപ്പോൾ ജീവൻ തിരിച്ചു കിട്ടി, മറ്റൊന്നുമില്ല. ഹലോ, നീതുവാണ്. ചൂരമലയിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ സാനോ സാർ, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങളിന്ന് രക്ഷപ്പെടുത്താം. ചൂരമല എവിടെയാണ്? ചൂരമല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. ആണോ? വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് പറ. ഇല്ല, ഞങ്ങളുടെ അടുത്തുള്ള വീട്ടുകാർ മാത്രം, 5-6 കുടുംബക്കാർ മാത്രമേ ഇവിടെയുള്ളൂ. ആണല്ലേ? അതുപോലെ നമ്മുടെ
ഒരു ANM സ്റ്റാഫ് ദിവ്യ അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനൊരു 1 മണി ആയപ്പോ വിളിച്ചു, വെള്ളത്തിന്റെ സൗണ്ട് പുഴയിൽ കൂടെ പോകുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ടേ. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ്, ഞങ്ങളൊരാളെ വിളിച്ചിട്ട് വെള്ളം എങ്ങനെ ഉണ്ടെന്നറിയാം. അപ്പൊ ഞങ്ങള് പിന്നെ എഴുന്നേറ്റ്, ഞാനും പപ്പൻ ചേട്ടൻ എഴുന്നേറ്റ് നോക്കി. അപ്പൊ മുറ്റത്തൊക്കെ വെള്ളം, അത് ഉറവ് പൊട്ടിയ വെള്ളമുണ്ട്. അപ്പൊ പുഴയില് സൗണ്ട് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോ ഭയങ്കര ചെളീന്റെയും ഇഞ്ചിന്റെ ഒക്കെ സ്മെല്ല്. അപ്പൊ ഞാന് ചേട്ടനോട് പറഞ്ഞു, ചേട്ടായി പുഴയുടെ നല്ല ഇത് പോകുന്നുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ടിങ്ങ് വന്നു. നമ്മളിപ്പോൾ കേട്ട ശബ്ദം വിംസ് ആശുപത്രിയിലെ സ്റ്റാഫായ നീതുവിന്റേതാണ്. ഈ ദുരന്ത വിവരം ലോകത്തെ ആദ്യം അറിയിച്ചവരിൽ ഒരാളാണ് നീതു. പക്ഷേ നീതുവിനെ കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരവുമില്ല. ഹലോ മോളെ, നിങ്ങള് സ്ഥിതി എന്താ? എവിടെയാ ഉള്ളത് നിങ്ങള്? വീട്ടിലുണ്ട്, വെള്ളമാണ്. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇനി പൊട്ടിയാൽ ഞങ്ങളൊക്കെ പോകും. മോളെ, സ്ഥലം എവിടെയാ നിങ്ങള്? ചൂരമല ഹൈസ്കൂൾ റോഡ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്, പക്ഷെ അകത്തൊക്കെ വെള്ളമാണ്. താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. പറ്റാതെ വെള്ളമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. നീതു ആ വിവരം അറിയിച്ച വിംസ് ആശുപത്രിയിലെ മാനേജർ ഓൺ ഡ്യൂട്ടിയിലുള്ള പ്രവീൺ നമ്മോടൊപ്പമുണ്ട്. എന്താണ് നീതു ആ വോയിസിലൂടെ പറഞ്ഞത്? പിന്നീട് എന്താണ് നീതുവിനെ കുറിച്ചുള്ള ഒരു വിവരം? നമുക്ക് ഏകദേശം രാവിലെ ഒരു 2 മണിക്കാണ് കോള് വരുന്നത്. 2 മണിക്ക് കോള് വന്നിട്ട്, ഞാൻ നീതുവാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഉരുളുപൊട്ടലുണ്ടായി, അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആരെങ്കിലും വിട്ടിട്ടൊന്ന് സഹായിക്കണം, രക്ഷപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കോള് നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇതിനു മുമ്പ് നമുക്ക് പുത്തുമല ഒരു ദുരന്തം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഷോക്ക് തന്നെ മാറിയിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അവിടെ നമ്മുടെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു, നമ്മുടെ സ്പോട്ടിൽ എമർജൻസിയിൽ അവരുടെ ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടി വന്നു. അവരോട് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ മറ്റ് ഒഫീഷ്യൽസിൻ്റെയും ആൾക്കാരെയൊക്കെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ഒരു വലിയൊരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് നീതു എന്ന് പറയുന്ന ആൾ. ആ ഒരു വോയിസിന് ശേഷം ആളുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല. കുടുംബാംഗങ്ങളൊക്കെ നീതുവിന്റെ അവര് ഹസ്ബൻഡും വീട്ടുകാരും രക്ഷപ്പെട്ടു. അവരിവിടെ അവരുടെ ഹസ്ബൻഡിന്റെ അമ്മയും ഹസ്ബൻഡും ഇവിടെ ട്രീറ്റ്മെന്റിലാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതത്തിൽ നീതു രക്ഷപ്പെട്ടു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലും കാത്തിരിപ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും. വെള്ളാർമലയിലെ റിസോർട്ടിൽ നിന്ന് കാണാതായ ഒഡീഷ സ്വദേശികളായ ഡോക്ടറെ തിരയുകയാണ് ബന്ധുക്കൾ. 4 സംഘത്തിലെ 2 പേർ രക്ഷപ്പെട്ട് ആശുപത്രിയിലുണ്ട്. ഒരു 4 സംഘത്തിലെ ഒരു ഡോക്ടറുടെ മൃതദേഹം ലഭിക്കുകയുണ്ടായി. അവരിൽ 2 പേരിപ്പോൾ, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 4 പേരിൽ 2 പേരിപ്പോൾ വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പക്ഷേ ഒരു ഡോക്ടറെ കുറിച്ച് ഇനിയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഓരോ ക്യാമ്പുകൾ തേടിയും ഓരോ ആശുപത്രികൾ തേടിയും മൃതദേഹം സൂക്ഷിച്ച സ്ഥലങ്ങൾ തേടിയും അവരുടെ ബന്ധുക്കൾ, ഒറീസയിൽ നിന്നും വന്ന ബന്ധുക്കൾ ഇപ്പോഴും തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. कब वो लोग इधर पहुंच गया? कौन सा रिसोर्ट में था वो लोग? शायद वो चूरनमला के कोई एक रिजॉर्ट में थे. रिजॉर्ट तो नहीं, इट वाज अ होम स्टे. पहले वो लोग अच्छा खासा मतलब 5 स्टार प्रॉपर्टी में थे, बट ऑल ऑफ अ सडन क्यों कैंसिल किए, यहाँ पे क्यों आए, वो मुझे पता नहीं चल रहा है. उसका रीजन पे मैं फिगर आउट करना नहीं चाहती हूँ. माई ओनली कंसर्न इज नाउ दैट इट हैज बीन 72 hours and आई एम नॉट एबल टू फिगर आउट वेयर माई ब्रदर इज. And my brother name is Swadhin Panda. I really request Kerala government and Odisha government is also here. If something can be done around like getting him, and I know like all the generic searches have been done so far since yesterday, and all the like bodies have been figured it out. They figured out all the bodies. But I heard that yesterday one boy from Bihar, he himself rescued himself from the like 100 feet down from the like soil only. He was staying inside. If some focus can be the search can be focused around like particularly around the Swadhin Panda and particularly around that area, around the Linora homestay. I think that is the Linora homestay, that what information I have received so far. If some searches can be done surrounding that to that place, maybe मतलब 10 किलोमीटर इधर उधर आगे पीछे देख के, and they can like look for particularly for Swadhin Panda, that is definitely going to be helpful for me. It's been like 72 hours. It is getting more stressful environment at my home, and the pressure is like quite high, and I'm not really feeling good about it. I would request like if something can be done around the search, I would really be grateful for that.
കഴുത്തറ്റം ചെളിയിൽ 2 മക്കളുടെയും കൈപിടിച്ച് നേരം വെളുപ്പിച്ച മുണ്ടക്കയിലെ സീനത്തും ഭർത്താവും മേപ്പാടി വിംസ് ആശുപത്രിയിലുണ്ട്. 2 മക്കളുടെയും ജീവൻ നഷ്ടപ്പെട്ടതിന്റെ തീരാവേദനയിലാണ് അവർ ആശുപത്രിയിൽ കഴിയുന്നത്. ഞാൻ വൈഫിനോട് എന്ത് ചെയ്ത് പിന്നെ കുട്ടികളെയൊക്കെ എടുത്തിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത് ഇത് വന്ന് ഞങ്ങൾ അടിച്ചിട്ട് അങ്ങനെ അടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളം വന്നു. ആ വെള്ളത്തിൽ എൻ്റെ മുഖമൊക്കെ ക്ലിയർ ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യ അവിടെ ഉണ്ടായി. അങ്ങനെ ഭാര്യനെ തല മാത്രം ഒന്ന് പൊന്തിച്ച് വെച്ചുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ മേക്കത്തൊക്കെ വലിച്ച് മാറ്റിയിട്ട് ക്ലിയറാക്കിയപ്പോൾ ഇതിനൊരു 2:30-3 മണിയായി. അങ്ങനെ ഞാൻ പുറത്ത് ചാടിയതിൻ്റെ ശേഷം ഭാര്യനെ ഒരു പകുതി വരെ ഇതാക്കി വെച്ചിട്ട് പിന്നെ അവിടെ തന്നെ കിടന്ന്. പുഴയിലൂടെ കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയ മുണ്ടക്കയിലെ സ്റ്റീഫനും കുടുംബവും രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. എല്ലാവരും നഷ്ടപ്പെട്ട മുണ്ടക്കയിലേക്ക് ഇനി പോകില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പരിക്കുകളോടെ ക്യാമ്പിൽ കഴിയുന്ന സ്റ്റീഫൻ. ഒരു ഹെലികോപ്റ്റർ ഒരു 4-5 ഹെലികോപ്റ്റർ നമ്മളെ തലേന്റെ മുകളിൽ കൂടെ പറന്നാൽ എന്തായിരിക്കും ഒരു സൗണ്ട്, ആ ഒരു സൗണ്ടാണ് അനുഭവപ്പെട്ടത്. മോൻ പറഞ്ഞ് അച്ഛാ ഓടിക്കോന്ന് പറഞ്ഞ് മോൻ കട്ടിലിൽ കിടക്കായിരുന്നു. ഭാര്യ മൂത്രം ഒഴിച്ചിട്ട് അടുക്കളയ്ക്ക് കയറി. ഞാൻ അപ്പോഴത്തേക്കും ഇവൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലെത്തി. 3 ആളും അടുക്കളയിലോട്ട് ഓടി. അതായത് പുഴ വക്കത്താണ് നമ്മൾ താമസിക്കുന്നത്. എന്റെ മുറ്റം പുഴയും ഒരു 6 മീറ്റർ വീതിയുള്ളു. അപ്പൊ നമ്മൾ വിചാരിച്ച് പുഴയെ കൂടെ അല്ലേ വരുന്നത്. അപ്പൊ മുകളിലേക്ക് ഓടാ വിചാരിച്ച് ഞാനും ഭാര്യയും മോനും കൂടെ അച്ഛാ ഓടിക്കോ പറഞ്ഞിട്ട് അയൽവാസികൾ ഓടിക്കോളീ പറഞ്ഞിട്ടാണ് നമ്മൾ ഓടുന്നത്. ഞാനും ഓടിയിട്ട് ഒരു 4 സെക്കൻഡ് കഷ്ടി, ഒരു 4 സെക്കൻഡ് ആകുമ്പോൾ എന്റെ വീടിന്റെ അവിടെ മുണ്ടക്കൈക്കാർക്ക് അറിയാം, എന്റെ പാടിന്ന് മുകളിലേക്ക് ഒരു നഴ്സറി ഉണ്ട്, അതിലേക്ക് ഓടി അവിടെ എത്തി. ആ എന്റെ പാടിന്റെ തൊട്ട് മുകളിലേക്ക് ഞാൻ എത്തുമ്പോൾ ഒരു കറുത്ത മണ്ണ്, ഒരു ലോകം കമ്പാടും, ഒരു ഒറ്റ ഇടിച്ച സെക്കൻഡ് പാടും 2 പാടികളും പോയ ഞങ്ങൾ കണ്ടിട്ടില്ല, പോയിട്ടുണ്ടാകണം. കാരണം ആ റോട്ടിൽ എത്തിയതുകൊണ്ട് ഞാൻ ഒഴുക്കിൽപ്പെട്ട് ഇവള് ഒഴുക്കിൽപ്പെട്ട് മോൻ മാത്രം വെള്ളത്തിലൂടെ ഒലിച്ചു പോയിട്ട് ഇപ്പൊ മുണ്ടക്കയിലുള്ളവർക്കറിയാം, ഈ സ്കൂൾ ഗ്രൗണ്ടിലെ നടുഭാഗത്ത് ഞാൻ എത്തി. ഞാനൊരു 2 സെക്കൻഡ് കൊണ്ട് എന്റെ ഭാര്യയും മക്കളും എല്ലാവരും പോയല്ലോ, ഇന്ന് ഞാൻ മരണം മുഖാമുഖം കണ്ട് ഒരു 2 സെക്കൻഡ് കൊണ്ട് ഞാൻ പുഴയിലെത്തും. എന്റെ പാടി കഴിഞ്ഞാൽ ഗ്രൗണ്ട് കഴിഞ്ഞാൽ നേരെ പുഴയാണ്. പുഴയിലെത്തുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ നേരെ കണ്ണു തുറന്നു നോക്കുമ്പോൾ നമ്മളെ മുണ്ടക്കയിലെ നഴ്സറി കെട്ടിടത്തിന്റെ ആ ഒരു 2 നില കെട്ടിടം ഇങ്ങനെ കാണുന്നൊരു ചെറിയൊരു വെളിച്ചം ഇരുടാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. ഞാൻ അവിടുന്ന് ഇത്ര കയറി ഷർട്ട് മുണ്ടും ഉടുതുണിയൊന്നുമില്ല, അവിടുന്ന് കയറി ഞാൻ മെയിൻ റോഡിലേക്ക് എത്തിയിട്ട് ഭാര്യയും മക്കളെല്ലാവരും പോയി. എന്റെ ചേച്ചിയും ഭർത്താവും അവർ എന്റെ തൊട്ടടുത്ത് മുകളിലെ പാടി താമസിക്കുന്നുണ്ട്. ഞാൻ നേരെ വീണ്ടും ഈ ഉരുളുപൊട്ടി അടുത്ത് കൂടെ റോട്ടിൽ കൂടെ ഓടിയിട്ട് ആ പാടിയിലെത്തുമ്പോൾ ആ മോന് അതിൻ്റെ ഉള്ളിലുണ്ടായി. അവരെ കൂടെ കടന്ന് ചേച്ചീൻ്റെ ഭർത്താവ് മോള് മരിച്ച്. ആ മോൻ രക്ഷപ്പെട്ട് 2 മക്കൾ കൂടെ ഉണ്ടായി ഇപ്പുറത്തെ മുറിയിൽ, അവർ രക്ഷപ്പെട്ട്. ചെളിയും കല്ലും നിറഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉറ്റവരെ തിരയുന്ന മുണ്ടക്കൈ സ്വദേശി സഹദേവനും ദുരന്തഭൂമിയിലെ സങ്കട കാഴ്ചയാണ്. സഹദേവന്റെ അമ്മ, സഹോദരൻ സുദേവന്റെ ഭാര്യ, 2 മക്കൾ എന്നിവരെ ഉരുൾപൊട്ടൽ കൊണ്ടുപോയി. 2 പേരുടെ മൃതദേഹം ലഭിച്ചെങ്കിലും മറ്റുള്ളവരെ കണ്ടെത്താനായിട്ടില്ല. ചേട്ടന്റെ വീട് ഇവിടെയായിരുന്നു കേട്ടോ? ആ ചേട്ടന്റെ ഞങ്ങൾ തറവാട് വീടാണ്. ഇവിടെയാണ് 5 പേരും പോയത്. ചേട്ടന്റെ പേര്? എന്റെ പേര് സഹദേവൻ. ചേട്ടന്റെ വീട് താഴെയായിരുന്നോ? ഇല്ല, ഇതന്നെ എന്റെ വീട്. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ താമസം. ഞങ്ങൾ അതിൽ പെടാത്തത്, ഞങ്ങൾ ഭാര്യ വീട്ടിൽ പോയതുകൊണ്ട് പെടാത്തതാ. ബാക്കി 5 പേരും പോയി. എന്റെ ചെറിയമ്മന്റെ വീടാണ് ഇത്. കുടുംബത്തോടെ എല്ലാവരും ഇവിടെ താമസിക്കുന്നത്. ഇതാരുടെ കേട്ടോ ഈ ഇതൊക്കെ കിട്ടിയല്ലേ? ഇത് എന്റെ ഏട്ടന്റെ സുദേവൻ പറഞ്ഞ ആളെ ഡോക്യുമെന്റും മക്കളതും അവരതൊക്കെയാണ്. ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നേ? സുദേവൻ. ആരൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ സുദേവന്റെ ഭാര്യ, 2 മക്കള്, അമ്മ. 2 ആളെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 3 ആളെ കിട്ടാണ്ട്. കണ്ടിട്ടുള്ള ആരൊക്കെയാ കിട്ടുള്ളൂ? ആരുടെ പേര് ആരൊക്കെ? എന്റെ അമ്മ, എന്റെ ഏട്ടൻ സുദേവൻ, ഷീബ, വിഷ്ണു. 2 ആളെ കിട്ടി. അമ്മനെയും ചെറിയവനും കിട്ടി, ബാക്കി കിട്ടാണ്ട്. ചെറിയമ്മനെ കിട്ടിയില്ല. സജീവ് പറഞ്ഞ ഒരാളെ കിട്ടിയില്ല. പിന്നെ ചൂരുമല എന്റെ അമ്മായിന്റെ മക്കൾ 4 പേര്. ഞങ്ങളെ 14 പേര് പോയിട്ടുണ്ട് ഞങ്ങളെ കുടുംബത്തില്. ഈ ചാല് പൂർണ്ണമായി നീക്കണം. എന്റെ ചേച്ചി ഇവിടുന്ന് വീണെന്ന് പറയുന്നുണ്ടായി. ആ സെക്കീനാത്ത പറഞ്ഞ ഒരു സ്ത്രീ അവിടുന്ന് ഓടുണ്ടായി. ആ വീട്ടുകാര് അതിൽ ഓടി രക്ഷപ്പെട്ടതാ ക്യാമ്പിൽ പോകുമ്പോ. എന്റെ ചേച്ചി അപ്പൊ ആ വീട്ടുകാര്
ആ മറ്റേ വീട്ടുകാരും രണ്ട് സന്തോഷ് പറഞ്ഞ ഒരാൾ അങ്ങനെ ഓടുമ്പോ എന്റെ ചേച്ചി ഇവിടെ വീണിക്കണ് ഫസ്റ്റത്തെ ഉരുൾപൊട്ടലില്. വീണിക്കണ്. അപ്പൊ എല്ലാ മക്കളും ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ചാല് പൂർണ്ണമായി മാറ്റണം, എടുത്തിട്ട മണ്ണ് പൂർണ്ണമായി മാറ്റണം, എന്നാലേ അറിയുള്ളൂ. സീതമ്മക്കുണ്ടാണ് അത് താഴെ ഉള്ളത്. അപ്പൊ ആ ചാല് പൂർണ്ണമായി മാറ്റണം സാറേ. ഈ ഡോക്യുമെന്റ് മൊത്തം എന്റെ ഏട്ടന്റെയാണ്. സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടല്ലേ? സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ആരുടെ കല്യാണം ആൽബം? അത് ഇതാണ് പ്രാർത്ഥന പറഞ്ഞു പോയി വരണില്ലേ വേലെ, അത് ഞങ്ങളെ കുടുംബക്കാരാണ്. ഇവരാണ് പോയത്. സ്കൂളിലെ താൽക്കാലിക താമസ സ്ഥലത്ത് നിന്ന് വാടക വീടുകളിലേക്ക് മാറ്റണമെന്നാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പ്രധാന ആവശ്യം. ഇനി ആകെയുള്ള പ്രതീക്ഷ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒരു പ്രതീക്ഷയാണ്. ഇപ്പോൾ അവർ നമുക്ക് ഇവിടെ തങ്ങാൻ ക്യാമ്പായിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അവർക്ക് ശാശ്വതമായിട്ട് മിനിമം ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം അത്രേ അവർക്ക് നമുക്ക് നോക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുമോ, ഞങ്ങൾക്ക് എവിടേക്ക് പോകുമോ എന്നറിയില്ല. തൽക്കാലം ഇപ്പോൾ അവർ വാടക വീട് സംഘടിപ്പിച്ച് തരികയാണെങ്കിലും അതിന്റെ വാടക കൊടുക്കാൻ അവർ സംതൃപ്തരാകണം. അങ്ങനെ ആകണം, അവർ തയ്യാറാകുകയാണെങ്കിൽ. കാരണം വെച്ചാൽ എല്ലാം പോയിട്ടാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. ഒരാളും ഇട്ട ഡ്രസ്സോടെയാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അല്ലാതെ ആർക്കും ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. വാടക സർക്കാർ തരാമെന്നും പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു ദുരന്തത്തിന് അഭിമുഖീകരിച്ചവരാണ്. പുത്തുമല ദുരന്തം അത് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, അതിൽപ്പെട്ടവർ തന്നെയാണ് ഞങ്ങളും. ആ ദുരന്തത്തിൽ സർക്കാർ തന്നെ നമ്മൾ ക്യാമ്പിൽ കടന്ന് ഒരുപാട് ആൾക്കാരെ വാടക കൊടുക്കാമെന്നും പറഞ്ഞ് സർക്കാർ പുറത്തിറക്കി. സ്കൂളുകളാകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങിയേ പറ്റുള്ളൂ, കുട്ടികളുടെ ഭാവി നമ്മൾ നോക്കണമല്ലോ. അന്നേരം പുറത്തിറക്കിയിട്ട് വാടകയും കൊടുക്കാതെ കഷ്ടപ്പെട്ട് പണിയുമില്ല, ഈ ദുരിതത്തിൽപ്പെട്ടവർക്ക് ഒന്നുമില്ലാതെ അവസ്ഥയാക്കിയ ഒരു അവസരമുണ്ട്. പഞ്ചായത്തുകളാണേലും സർക്കാരാണേലും വാടക കൊടുക്കാന്ന് പറഞ്ഞ് ഇന്നും ഒരാൾക്കും വാടകയായിട്ട് ഒരു പൈസ ആർക്കും കൊടുത്തിട്ടില്ല. ആ ഒരു സ്ഥിതി ഞങ്ങൾക്ക് ഉണ്ടാകരുത്. ഞങ്ങൾ 1:45 അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് എന്തോ ഒച്ച കേൾക്കണെന്ന്. ഇപ്പൊ ഞങ്ങൾ നെറ്റി ഉണർന്ന് അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ വെള്ളം നല്ല പാച്ചല് വീടിന്റെ സൈഡ് മൊത്തം വെള്ളത്തിലാണ്. അപ്പോൾ പിന്നെ എന്റെ കുട്ടികളെ വിളിച്ചപ്പോഴത്ത് അകത്തേക്ക് വെള്ളം ആഞ്ഞടിച്ച് വന്ന് ചളിയും വെള്ളം കൂടെ അങ്ങനെ ഞങ്ങള് കുടുങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കട്ടിലിന്റെ മേലെ കയറി നിന്നപ്പോഴത്തേനും സൈഡിൽ നിന്ന് അൽമറ വന്നിട്ട് മേത്തേക്ക് വീണ് ഞങ്ങൾ ജാമായി. ഞങ്ങൾ ഫോണിൽ എല്ലാവരെയും വിളിച്ചു നോക്കി, ആരും ഫോണെടുക്കുന്നുണ്ടായില്ല. അപ്പോൾ പിന്നെ ഭർത്താവ് ഞാൻ വിചാരിച്ചു പുറലോകം ഇനി കാണൂല എന്ന് വിചാരിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു നമ്മൾ 4 ആളുണ്ടല്ലോ, അപ്പം മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഭർത്താവ് ലാസ്റ്റ് നമുക്ക് പോവുകയാണെങ്കിൽ പോട്ടെ, രക്ഷപ്പെടുകയാണ് പെടട്ടെ വള്ളത്തിലൂടെ ഞങ്ങൾ അങ്ങനെ അത് കയറി നീന്തി കറക്കിയിട്ട് അങ്ങനെ വരുമ്പോഴാണ് വഴിയിലൂടെ 2 കുട്ടികൾ ഒലിച്ചു വന്നിട്ട് ചളിയിൽ പൂണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പുറത്തുനിന്നൊക്കെ കരയുന്നുണ്ട്, രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ 2 കുട്ടികളെ ഞങ്ങൾ രക്ഷിച്ചിട്ട് കരക്ക് അങ്ങനെ റോട്ടിലേക്ക് എത്തി. ദുരിതമേഖലയിൽ കൈയും മെയ്യും മറന്ന് കഠിനാധ്വാനം ചെയ്യുകയാണ് സേനാംഗങ്ങൾ അടക്കമുള്ളവർ. തുടർച്ചയായി മഴ പെയ്തതും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും വെല്ലുവിളിയാണെന്ന് ചൂരൽമലയിലെത്തിയ മദ്രാസ് എഞ്ചിനീയറിംഗ് സംഘത്തിലെ ഏക വനിതയായ സീത ഷെൽക്ക പറയുന്നു. There were a lot of restrictions and difficulties that have been faced by our team because of the restriction of space and due to continuous rainfall, and that this was the only route from where the rescue operations were going on. But due to relentless efforts of our Tambis, our Jawans, who has worked 2 days continuously day and night in the rain, so it is the efforts of my Jawans. Because of them we could complete this task. ദുരന്തമുണ്ടായി 4 രാപ്പകലുകൾ പിന്നിടുമ്പോഴും ആശങ്കപ്പെടുത്തി മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. കലിതുള്ളിയ പ്രകൃതി അവശേഷിപ്പിച്ച മുറിപ്പാടുകളിൽ നിന്ന് ഇനി എന്നെങ്കിലും ഈ നാട് മുക്തമാകുമോ? ഉറ്റവർ നഷ്ടമായവരുടെ ഹൃദയത്തെ കീറിമുറിച്ച വേദന എന്നാണ് ശമിക്കുക?
വെള്ളത്തിൽ പോയി.